എല്ലാവർക്കും നമസ്കാരം. ടൈപ്സ് ഓഫ് ഫുഡ് പോയ്സണിംഗ് എന്ന ടോപ്പിക്കാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കവർ ചെയ്യുന്നത്. ഫുഡ് പോയ്സണിംഗ് എന്ന് പറയുന്നത് അക്യൂട്ട് ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിസ് എന്ന കണ്ടീഷനാണ്. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡോ ഡ്രിങ്കോ കൺസ്യൂം ചെയ്യുമ്പോഴാണ് ഫുഡ് പോയ്സണിംഗ് എന്നുള്ള കണ്ടീഷൻ ബാധിക്കുന്നത്. കൂടുതലായിട്ടും ബാക്ടീരിയൽ ടോക്സിൻസ്, ഇനോർഗാനിക് കെമിക്കൽ സബ്സ്റ്റൻസസ്, പോയിസൺസ് ഫ്രം പ്ലാന്റ്സ് അല്ലെങ്കിൽ ആനിമൽസിൽ നിന്നാണ് ഫുഡ് കണ്ടാമിനേറ്റഡ് ആവുന്നത്. ആദ്യത്തെ ടൈപ്പ് ഓഫ് ഫുഡ് പോയ്സണിംഗ് എന്ന് പറയുന്നത് സാൽമണല്ല ഫുഡ് പോയ്സണിംഗ് ആണ്. വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഫോം ഓഫ് ഫുഡ് പോയ്സണിംഗ് ആണ് സാൽമണല്ലോസിസ് അല്ലെങ്കിൽ സാൽമണല്ല ഫുഡ് പോയ്സണിംഗ് എന്ന് പറയുന്നത്. ഏജന്റ് സാൽമണല്ല ടൈഫൈമോറിയം, സാൽമണല്ല കോളറാസൂയിസ്, സാൽമണല്ല എൻറ്ററൈറ്റിസ് തുടങ്ങിയവയാണ്. സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ കൂടുതലായിട്ടും സാൽമണല്ലോസിസ് എന്നുള്ള കണ്ടീഷൻ ആനിമൽസിലാണ് കണ്ടുവരുന്നത്. മാനിലേക്ക് ഈ ഒരു കണ്ടീഷൻ പാസ് ചെയ്യുന്നത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മീറ്റ്, മിൽക്ക് പ്രോഡക്ട്സ്, സോസേജ്, കസ്റ്റാർഡ്, എഗ് പ്രോഡക്ട്സ് ഒക്കെ കൺസ്യൂം ചെയ്യുന്നതിലൂടെയാണ്. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള റാറ്റ്സും മൈസിൻ്റെയൊക്കെ ഫീസീസും യൂറിനും കൊണ്ട് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതും ഈ ഒരു കണ്ടീഷനിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. ടെമ്പററി ഹ്യൂമൻ ക്യാരിയേഴ്സും ഈ ഒരു കണ്ടീഷൻ സ്പ്രെഡ് ചെയ്യാൻ കാരണമാകുന്നുണ്ട്. ഇൻക്യുബേഷൻ പീരീഡ് ഓഫ് ഡിസീസ് എന്ന് പറയുന്നത് 12 to 24 hours ആണ്. മെക്കാനിസം ഓഫ് ഫുഡ് പോയ്സണിംഗ് എന്ന് പറയുന്നത് ഈ കോസറ്റീവ് ഏജൻറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് കൺസ്യൂം ചെയ്യുമ്പം ഇൻറ്റസ്റ്റൈൻസിൽ വെച്ചിട്ട് അവ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ എൻറ്ററൈറ്റിസും കോളൈറ്റിസ് പോലത്തെ കണ്ടീഷൻസ് ഡെവലപ്പ് ആവുകയാണ്. ആദ്യം തന്നെ ഡെവലപ്പ് ആവുന്ന കണ്ടീഷൻസിൽ പെട്ടതാണ് ചില്ല്, ഫീവർ, നോസിയ, വൊമിറ്റിംഗ്. പിന്നെ പ്രൊഫ്യൂസ് ആയിട്ടുള്ള ഒരു വാട്ടറി ഡയറിയും കാണിക്കാറുണ്ട്. 2 to 3 days വരെയൊക്കെയാണ് ഈ ഒരു കണ്ടീഷൻ ലാസ്റ്റ് ചെയ്യാറുള്ളത്. മോർട്ടാലിറ്റി റേറ്റ് 1% വരെയാണ് ഈ ഒരു കണ്ടീഷനിൽ കാണിക്കാറുള്ളത്. സാൽമണല്ലോസിസ് പോലെ തന്നെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഫുഡ് പോയ്സണിംഗ് ആണ് സ്റ്റെഫൈലോകോക്കൽ ഫുഡ് പോയ്സണിംഗ്. ഏജന്റ് ഫൈലോകോക്കസ് ഓറിയസിൽ നിന്ന് റിലീസ് ചെയ്യുന്ന എൻറ്ററോടോക്സിൻസ് ആണ് ഈ ഒരു ഫുഡ് പോയ്സണിങ്ങിന് കാരണമാകുന്നത്. 5 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻറ്ററോടോക്സിൻസ് ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ടോക്സിൻസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒപ്റ്റിമം ടെമ്പറേച്ചർ 35 degree to 37 degree Celsius ആണ്. ഈ ടോക്സിൻസ് ഹൈലി ഹീറ്റ് സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ 30 minutes അതിൽ കൂടുതലോ ഉള്ള ബോയിലിങ്ങിനെ പോലും ഈ ഒരു ടോക്സിൻസിന് റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഫൈലോകോക്കസ് എന്ന ബാക്ടീരിയ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒന്നാണ്. കൂടുതലായിട്ടും മാനിലേക്ക് ഈ ഒരു ഇൻഫെക്ഷൻ കടന്നു വരുന്നത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മിൽക്ക് പ്രോഡക്ട്സ്, കസ്റ്റാർഡ്സ് ഒക്കെ കൺസ്യൂം ചെയ്യുമ്പോഴാണ്. ഇൻക്യുബേഷൻ പീരീഡ് വളരെ ഷോർട്ടാണ്. കാരണം പ്രീഫോംഡ് ആയിട്ടുള്ള ടോക്സിനാണ് ഈ ഒരു സ്റ്റെഫൈലോകോക്കസിൽ നിന്ന് റിലീസ് ചെയ്യുന്നത്. 1 to 8 hours ആണ് ഇൻക്യുബേഷൻ പീരീഡ്. മെക്കാനിസം ഓഫ് ഫുഡ് പോയ്സണിംഗ്. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് കൺസ്യൂം ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇൻറ്റസ്റ്റൈനിലേക്കും CNSലേക്കുമാണ് ഈ ഒരു ടോക്സിൻ ആക്ട് ചെയ്യുന്നത്. സഡൻ ഓൺസെറ്റ് ഓഫ് വൊമിറ്റിംഗ്, അബ്ഡോമിനൽ ക്രാംസ്, ഡയറിയ ഒക്കെ കാണിക്കും. സിവിയർ കേസസിൽ ബ്ലഡ് ആൻഡ് മ്യൂക്കസും ഉണ്ടാവും. സാൽമണല്ല ഫുഡ് പോയ്സണിങ്ങിനെ വെച്ച് നോക്കുമ്പം ഫീവർ എന്നുള്ള കണ്ടീഷൻ ഈ ഒരു സ്റ്റെഫൈലോകോക്കസ് ഫുഡ് പോയ്സണിങ്ങിൽ കാണിക്കുന്നത് വളരെ റെയറാണ്. ഡെത്ത് അൺകോമൺ ആണ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഫുഡ് പോയ്സണിങ് ബോട്ടുലിസം ആണ്. വളരെ സീരിയസ് ആയിട്ടുള്ള റെയർ ആയിട്ടുള്ള കണ്ടീഷനാണ് ബോട്ടുലിസം. 2/3 ഓഫ് ദ വിക്ടിംസും മരണപ്പെടുന്ന ഒരു കണ്ടീഷനാണ് ബോട്ടുലിസം. ഏജൻറ്റ് ക്ലോസ്ട്രിഡിയം ബോട്ടുലിനത്തിൻ്റെ എക്സോടോക്സിനാണ്. ജനറലി ടൈപ്പ് A, B, E ഒക്കെയാണ് ഏജൻസിൽ വരുന്നത്. സോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സോയിൽ, ഡസ്റ്റ്, ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് ഓഫ് ആനിമൽസിലൊക്കെ കൂടെയാണ്. ഫുഡിലേക്ക് എൻ്റർ ചെയ്യുന്നത് സ്പോസിൻ്റെ ഫോമിലായിരിക്കും. കൂടുതലായിട്ടും ഫുഡ് പോയ്സണിങ്ങിൽ ബോട്ടുലിസം എന്നുള്ള കണ്ടീഷൻ വരാൻ ചാൻസ് ഉള്ള ഫുഡ് എന്ന് പറയുന്നത് ഹോം പ്രിസർവ്ഡ് ആയിട്ടുള്ള ഫുഡ് ലൈക്ക് ക്യാൻഡ് വെജിറ്റബിൾസ്, സ്മോക്ഡ് ഓർ പിക്കിൾഡ് ഫിഷ്, ഹോം മെയ്ഡ് ചീസ്, സിമിലർ ലോ ആസിഡ് ഫുഡ്സിലൂടെയൊക്കെയാണ്. ഇൻക്യുബേഷൻ പീരീഡ് 18 to 36 hours ആണ്. മെക്കാനിസം ഓഫ് ഫുഡ് പോയ്സണിങ്. എക്സോടോക്സിൻ ബോഡിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പാരാസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റത്തിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിംറ്റംസ് വളരെ കുറച്ച് മാത്രമായിരിക്കും മറ്റ് ഫുഡ് പോയ്സണിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ ബോട്ടുലിസത്തിന് ഉണ്ടാവാറുള്ളൂ. പ്രോമിനൻ്റ് ആയിട്ടുള്ള സിംറ്റംസ് ഡിസ്ഫാജിയ, അതായത് സ്വാലോ ചെയ്യാനുള്ള ഡിഫിക്കൽറ്റി, ഡിപ്ലോപ്പിയ അതായത് ഡബിൾ വിഷൻ, ടോസിസ് അതായത് അപ്പർ ഐലിഡ് താന്നിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ഡൈസാർത്തിയ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. ബ്ലറിങ് ഓഫ് വിഷൻ, മസിൽ വീക്ക്നെസ് ആൻഡ് ക്വാഡ്രിപ്ലീജിയയും കാണിക്കാറുണ്ട്. അതായത് കഴുത്തിന് താഴേക്ക് പാരാലിസിസ് ആയിട്ടുള്ള കണ്ടീഷൻ കൂടുതലായിട്ടും ലിംസിനെയാണ് ബാധിക്കുന്നുണ്ടാവുന്നത്. ജനറലി ഫീവർ ആബ്സെൻ്റ് ആണ് ഈ ഒരു കണ്ടീഷനിൽ. പക്ഷേ മോർട്ടാലിറ്റി റേറ്റ് വളരെ കൂടുതലാണ്. റെസ്പിറേറ്ററി അല്ലെങ്കിൽ കാർഡിയാക് ഫെയിലിയർ കാരണമാണ് കൂടുതലായിട്ടും 4 മുതൽ 8 ദിവസത്തിനുള്ള മരണം സംഭവിക്കാറ്. റിക്കവർ ആവുന്ന പേഷ്യൻസിൽ ആൻറ്റിടോക്സിൻസിൻ്റെ പ്രസൻസ് ഒന്നും കാണിക്കാറില്ല. ഈ ഒരു ടോക്സിൻ തെർമോലയബിൾ ആണ്. ഇത്തരത്തിൽ ക്യാൻഡ് ആയിട്ടുള്ള ഫുഡൊക്കെ കൺസ്യൂം ചെയ്യുമ്പോൾ
നല്ല രീതിയിൽ ചൂടാക്കുക. ഒരു 100 ഡിഗ്രി സെൽഷ്യസിൻ്റെ മുകളിലേക്ക് ചൂടാക്കി കഴിഞ്ഞാൽ ഈ ഒരു ബോട്ടുലിസം കോസിങ് ബാക്ടീരിയനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കുട്ടികളിൽ ഈ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ ഇൻഫൻറ്റ് ബോട്ടുലിസം എന്നാണ് വിളിക്കുന്നത്. ആ ഒരു ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത് ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം എന്ന ബാക്ടീരിയ ആയിരിക്കും. ബോട്ടുലിസത്തെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ വിത്ത് ബോട്ടുലിനം ടോക്സോയിലും ഇപ്പം അവൈലബിൾ ആണ്. വളരെ കോമൺ ആയിട്ട് കാണുന്ന, നമ്മളിൽ പലരും അനുഭവിച്ചിട്ടുള്ള ഒരു ഫുഡ് പോയ്സണിംഗ് ആണ് അടുത്ത പറയാൻ പോകുന്ന ടൈപ്പ്, പെർഫിൻജൻസ് ഫുഡ് പോയ്സണിംഗ്. പഴകിയ ഭക്ഷണം ചൂടാക്കി കഴിക്കുന്നത് അല്ലെങ്കിൽ തലേദിവസം പ്രിപ്പയർ ചെയ്ത ഫുഡ് ചൂടാക്കി കഴിക്കുന്നതൊക്കെ നമ്മളിൽ പലരുടെയും ശീലമാണ്. അത്തരത്തിലുള്ള ഫുഡ് കൺസ്യൂം ചെയ്യുമ്പം കോസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഫുഡ് പോയ്സണിംഗ് ആണ് പെർഫിൻജൻസ് ഫുഡ് പോയ്സണിങ്. ഇത് തടയാനുള്ള ഏക വഴി എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്നതിന് തൊട്ട് മുന്നേ അല്ലെങ്കിൽ വളരെ കുറച്ച് നേരം മുന്നേ കുക്ക് ചെയ്ത ഫുഡ് കൺസ്യൂം ചെയ്യുക എന്നുള്ളതാണ്. പെർഫിൻജൻസ് ഫുഡ് പോയ്സണിങ്ങിൻ്റെ കോസറ്റീവ് ഏജൻറ്റ് ക്ലോസ്ട്രിഡിയം പെർഫിൻജൻസ് ആണ്. ഈ ഒരു കണ്ടീഷൻ പൊതുവേ കോസ് ചെയ്യുന്നത് 24 മണിക്കൂറിന് മുന്നേ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഫുഡ് സാധാരണ രീതിയിൽ അത് ചൂടാറുന്നു, അതിനുശേഷം നമുക്ക് എപ്പോഴാണോ കഴിക്കാൻ തോന്നുന്നത് ആ നേരത്ത് വീണ്ടും അത് ചൂടാക്കി കഴിക്കുമ്പോഴായിരിക്കും. ഇൻക്യുബേഷൻ പീരീഡ് 6 to 24 hours ആണ്. ചില സമയങ്ങളിൽ 10 to 14 hours ആണ്. ഫുഡ് പോയ്സണിങ്ങിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത് കുക്ക്ഡ് ആയിട്ടുള്ള മീറ്റിലും പോൾട്രിയിലൊക്കെ ക്ലോസ്ട്രിഡിയം പെർഫിൻജൻസിൻ്റെ സ്പോർസ് പ്രസൻ്റ് ആയിരിക്കും. 30 ഡിഗ്രി to 50 ഡിഗ്രി സെൽഷ്യസിൽ അവർ മൾട്ടിപ്ലൈ ചെയ്യും. ആൻഡ് വെറൈറ്റി ഓഫ് ടോക്സിൻസ് ലൈക്ക് ആൽഫ ടോക്സിൻ, തീറ്റ ടോക്സിൻ ഒക്കെ റിലീസ് ചെയ്യുന്നുണ്ടാവും. ക്ലിനിക്കൽ സിംറ്റംസ്: ഫുഡ് കഴിച്ച് 8 to 24 hours ഉള്ളിലായിരിക്കും ഈ ഒരു കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. അബ്ഡോമിനൽ ക്രാംസും ഡയറിയ ആണ് മെയിൻ സിംറ്റം എന്ന് പറയുന്നത്. ഫീവർ കാണിക്കാറില്ല. നോസിയ, വൊമിറ്റിംഗ് ഒക്കെ വളരെ റെയറായിട്ട് മാത്രമാണ് കാണിക്കുന്നത്. വളരെ ഷോർട്ട് ഡ്യൂറേഷനിലുള്ള, യൂഷ്വലി ഒരു ദിവസം അല്ലെങ്കിൽ അതിൻ്റെ താഴെ മാത്രം നിൽക്കുന്ന പെട്ടെന്ന് റിക്കവറി ഉള്ള ഒരു കണ്ടീഷനാണ് പെർഫിൻജൻസ് ഫുഡ് പോയ്സണിങ്. ഡെത്ത്സ് ഒന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഫുഡ് പോയ്സണിങ് ബാസിലസ് സീരിയസ് ഫുഡ് പോയ്സണിങ് ആണ്. ബാസിലസ് സീരിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ടീരിയ എയറോബിക്, സ്പോർ ബെയറിംഗ്, മോട്ടൈൽ, ഗ്രാം പോസിറ്റീവ് റോഡാണ്. ഓൾമോസ്റ്റ് എല്ലായിടത്തും തന്നെയും ബാസിലസ് സീരിയസിനെ കാണാൻ സാധിക്കും. സോയിൽ, റോ ഡ്രൈഡ് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്സിലൊക്കെ ഉണ്ടാവും. ബാസിലസ് സീരിയസിൻ്റെ സ്പോർസ് സർവൈവ് ചെയ്യാറുണ്ട്. അവരവിടെ ജെർമിനേറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് ഫുഡിനെ കണ്ടാമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 2 ടൈപ്സ് ഓഫ് എൻറ്ററോടോക്സിൻസ് ആണ് ബാസിലസ് സീരിയസ് റിലീസ് ചെയ്യാറുള്ളത്. ഒന്ന് എമറ്റിക് ഫോമും ഒന്ന് ഡയറിയൽ ഫോമുമാണ്. എമറ്റിക് ഫോമിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് 1 to 6 hours ആയിരിക്കും. അപ്പർ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് സിംറ്റംസ് ആണ് കൂടുതലായിട്ടും എമറ്റിക് ഫോം കാണിക്കാറുള്ളത്. ഡയേറിയൽ ഫോം ലോങ്ങർ ഇൻക്യുബേഷൻ പീരീഡാണ്, 12 to 24 hours ഉണ്ട്. ലോവർ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് സിംറ്റംസ് ആണ് എൻറ്ററോടോക്സിൻ കാണിക്കുന്നുണ്ടാവുന്നത്. ടോക്സിൻസ് പ്രീ ഫോംഡും സ്റ്റേബിളുമാണ്. ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.